ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പ്രത്യേകിച്ച് വലിയൊരു വീഡിയോയോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഇന്നൊരു യാത്ര പോകാൻ വേണ്ടി ഓർത്തേക്കുവാണേ. അപ്പം നമ്മുടെ കാന്താരി മുളകിൽ കുറച്ച് കാന്താരി നിൽപ്പുണ്ട്. ഇത് ഞാൻ പറിച്ചിട്ടില്ലെങ്കിൽ വരുമ്പോഴത്തേനും ഒന്നിലെ പഴുത്തു പോകും, ഒന്നിലെ കിളി കൊത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്ന സമയത്തെല്ലാം ഇങ്ങനെ പോകുന്ന സമയമൊന്നല്ല, മുളക് കുറച്ചായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിത് പറിച്ചെല്ലാം ഒരു ഡപ്പായിക്കകത്താക്കി വെക്കും. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം. ഞാൻ പച്ചമുളക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ കാന്താരി മുളക് ഉള്ളത് കൊണ്ട് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയുള്ള കാന്താരി മുളക് കിട്ടും. അപ്പം ഇത് നമ്മുടെ മതിലിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്, പക്ഷെ പറിക്കുന്നത് ഞാനാണ്. നമ്മുടെ തൊട്ടയിലൊക്കത്തുള്ള ചേച്ചി ഈ ഭാഗത്തോട്ട് വരില്ല, കാരണം ഈ ഭാഗത്ത് അപ്പടി കാടൊക്കെയാണ്. ആ സൈഡിൽ ഭിത്തിയിൽ കുഞ്ഞിച്ചിരി ഇടയുള്ള ഞങ്ങളുടെയും ചേച്ചിയുടെയും വീടിൻ്റെ ഒരു ഇടഭാഗമാണ്. അപ്പോൾ അങ്ങോട്ട് അധികം ആൾക്കാർ പോകില്ല. ഞങ്ങൾക്ക് നമ്മുടെ ഈ ഭിത്തിയിൽ നിന്ന് നമുക്ക് പറിക്കാൻ എളുപ്പം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഉണക്കുന്ന സമയമാണെങ്കിൽ കഞ്ഞിവെള്ളമോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് ഇന്ന് ഒത്തിരി നാളായ ഒരു ചെടിയായത് കേട്ടോ. ഞാൻ വെട്ടി വിടും, വീണ്ടും അത് വരും. നമുക്ക് അത്യാവശ്യമുള്ള കാന്താരി മുളക് കിട്ടുവേ. അപ്പം നമ്മളിത് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് പോയാൽ പിള്ളേർ പറിക്കുകയൊന്നുമില്ല. പറിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയെന്നറിയാമോ, ഇല കൂട്ടി ഇങ്ങനെ ഒടിച്ചെടുക്കും. ആ ടോപ്പ് ഇങ്ങനെ ഈ മൈലാഞ്ചി ഒടിച്ചെടുക്കുന്ന പോലെ ഒടിച്ചെടുക്കും. അതുകൊണ്ട് ഞാൻ പതിയെ നിന്ന് ഓക്കെ. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് 2-3 പേര് വന്ന് നിൽപ്പുണ്ട്. അതിൻ്റെ ചെടിയുടെ ഇടയിൽ കൂടെ ഒക്കെ വരും. അപ്പം ഞാൻ മാറിപ്പോകും, കാരണം ചെടിയുടെ ഇടയിൽ കൂടെ കയറി വന്നാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പൊടിച്ച് കളയും. അങ്ങനത്തെ ഇതുണ്ടാവും. ഈ സാധനം ഭയങ്കര ശല്യമാണ്. നമ്മളിത് ഈ ഇലയിട്ട് അനക്കുമ്പോൾ ഇതുങ്ങൾ ഓർക്കും ഇതുങ്ങളെ കളിപ്പിക്കുന്നതാണ്. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരുന്നത്. അപ്പോൾ നമുക്ക് മുളക് നിറച്ചുള്ള ആ കൊപ്പയിലായിരിക്കും കയറി ഒടിക്കുന്നത്. അപ്പോൾ പുഴു ഒന്നും ഇതേ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ വെളുത്തുള്ളി വെള്ളം ചതച്ചത് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കിത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ വെളുത്തുള്ളിയുടെയാണ് ആ കളറിൽ നിന്ന് മാറിയിരിക്കുന്നത്. പിന്നെ ചിലർ പറഞ്ഞു സോഡായും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ കലക്കി ചതച്ച് വെച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് ഇച്ചിരി സ്പ്രേ അടിച്ച് കൊടുത്താൽ പുഴുക്കടിയൊന്നും ഉണ്ടാകുമായിരുന്നു. ഞാൻ വെളുത്തുള്ളി മാത്രമേ ചൊല്ലൂ, കാരണം സോഡാപ്പൊടിയോ കാരോ ഒക്കെ ഇട്ട് കൊടുക്കാൻ എനിക്ക് പേടിയാണ്. സോപ്പിൻ്റെ ഒക്കെ പെട്ടിയ അലക്കുമ്പോൾ സോപ്പിൻ്റെ പോലെ തിരക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല എന്തോ പോലെ വാടി നിൽക്കുന്നൊക്കെ ആയിട്ട് തോന്നും. അങ്ങനെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള മുളക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ വിത്ത് 2-3 ചെടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും കുറച്ച് കിട്ടും. ഇതുപോലെ ഡപ്പായിക്ക് കിട്ടും. ഇതെനിക്കൊരു ചിലപ്പം തോന്നുന്ന ഒരു ആഴ്ച 2 ആഴ്ചയുടെയൊക്കെ മുളക് ഉള്ളതായത് കേട്ടോ. ഈ പഴുത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ പറിച്ചിട്ടാണ്. പക്ഷേ ഈ ഡപ്പായിക്കകത്ത് ഇട്ട് തന്നെ ഫ്രിഡ്ജിലാണെങ്കിലും അത് പഴുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ഞാൻ എല്ലാത്തിൻ്റെയും എടുപ്പെടുത്ത് കളഞ്ഞിട്ടാണ് പച്ചമുളക് വാങ്ങിച്ച് 1 കിലോ 1/2 കിലോ ഒക്കെ വാങ്ങിക്കുള്ളൂ അതിൻ്റെ എടുത്തിടുന്നത്. അപ്പോൾ അത് പഴുക്കൊന്നുമില്ല, പച്ചയായിട്ട് തന്നെ കിടക്കും. പക്ഷേ ഈ കാന്താരി മുളക് എത്രയെന്നും പറഞ്ഞാൽ ഇതെടുത്ത് കളയുന്നത്. അപ്പം പറിക്കുമ്പം പച്ച തന്നെയാണ്. ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ ഈ കോലത്തിലാവും. പിന്നെ മറ്റേ ഒരു സൈസ് മുളക് നല്ല എരിവുള്ള മുളകാണ്. അതിൻ്റെ ഞാൻ വിത്തിന് വേണ്ടി ഇത് ഇട്ടത്. ഇനിയിപ്പോൾ ഇതെടുത്ത് ചാരത്തിലെങ്ങാനും കെട്ടി വെച്ചാലേ അത് വിത്ത് എടുത്ത് പാകാൻ പറ്റുള്ളൂ. സമയം കിട്ടിയില്ല, അപ്പോൾ സമയം നോക്കി അതും അതെടുത്ത് വെക്കണം. ഞാൻ ഈ മുളക് പറിക്കാൻ വന്ന സമയത്ത് എല്ലാവരും എൻ്റെ കൂടെ പുറകോട്ട് തന്നെ വന്നു. അപ്പോൾ ഇവിടെ ശകലം നേരെ നമ്മൾ തുറന്ന് വെളിയിലോട്ട് വിടുമല്ലോ, ആ ഒരു സന്തോഷത്തിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കളികളൊക്കെയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ പെരയ്ക്കകത്തോട്ട് കയറി പോകുമ്പം എൻ്റെ കൂടെ തന്നെ കയറി വരും. അപ്പോൾ ഇതിനാന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് വീഴും. ഈ പുറവശത്തോട്ട് നമ്മൾ ഈ മുളക് ഈ മഞ്ഞൾ ഉള്ള ഒരു ഇച്ചിരി ഇടയേ ഉള്ളൂ. ആ ഇടയിലൊക്കെ നമ്മൾ ഓരോന്നൊക്കെ കുഴിച്ച് വെക്കുന്ന ഇതുണ്ടല്ലോ, തണുപ്പ് നോക്കി ഇതിൻ്റെ ഇടയിലോട്ട് വന്ന് കിടക്കും. കാരണം ഇത് ഈ മുളകൊക്കെ ഞാൻ പുതിയതായിട്ട് പിടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ അരയ്ക്കാനും പിറക്കാനും കിട്ടുമല്ലോ എന്ന് ഓർത്താണ് 1-2 എണ്ണമൊക്കെ ചെറിയ ചെറിയ ചട്ടികളിലാണല്ലോ വെക്കുന്നത്. ഇപ്പോൾ കാന്താരി മുളക് സമ്മന്തിയൊക്കെ അരയ്ക്കാനാണെങ്കിലും കപ്പയ്ക്ക് ചക്കയ്ക്ക് എല്ലാം പുഴുക്കിനാണെങ്കിലും തോരനാണെങ്കിലും എല്ലാം അതിന് മെഴുക്കുവരട്ടിക്കാണെങ്കിലും ഞാൻ അരയ്ക്കുന്നത് ഇത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ സമ്മന്തി ആണെങ്കിലും ഇതിട്ട് അരയ്ക്കും. നെല്ലിക്കായോ പുളിയോ ഒക്കെ വെച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള ഇടയിൽ എന്തേലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നീലയമരിയുടെ ഒരു ചെടി ഇതുപോലെ പിടിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ചട്ടിയൊക്കെയാണ് ഇപ്പം വലുതായി. ഇപ്പം വേറെ പാത്രത്തിലോട്ട് അത് മാറ്റി. പിന്നെ മൈലാഞ്ചി ആണെങ്കിൽ ചെറിയ നമ്മൾ മൈലാഞ്ചിയുടെ ഇല ഉരിയതിന് ശേഷം അതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചൊരു ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോവൽ, അങ്ങനെ കുറച്ച് സ്ഥലമാണ്. പിന്നെ ഈ ബിരിയാണിയുടെ മല്ലിയില പോലുള്ള ഒരു മണമുള്ള ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പിന്നെ ഈ ബിരിയാണിയുടെ ഇല, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തലവേദനയ്ക്കുള്ളൊരു മരുന്നുണ്ട്, ഒരു താളി പോലെ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ പിള്ളേർ. പിന്നെ
കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊണ്ട് എന്തെങ്കിലും തോണ്ടി വെക്കുക, അത് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ കോവലാണെങ്കിലും ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് മെഴുകുവരട്ടി വെക്കാനുള്ളത് കോവലാണെങ്കിലും കിട്ടും. ഇഞ്ചി ആണെങ്കിലും കസ്തൂരി മഞ്ഞൾ മുളകൊക്കെ അവൾ നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ